നമ്മളിന്ന് മീന് വാങ്ങിക്കാൻ വേണ്ടിട്ട് മാർക്കറ്റില് പോവാ. ഏത് മാർക്കറ്റ് ഏട്ടാ? ഫിഷ് മാർക്കറ്റ്. മാർക്കറ്റിന്റെ പേരെന്നാ? റോളൊക്കെയുള്ള ജുബൈൽ മാർക്കറ്റിൽ പോവാണ്. ജുബൈൽ ഫിഷ് മാർക്കറ്റ് കാണിച്ചു തരാം. കട്ട്. ഹായ്, വെൽക്കം ബാക്ക് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ അബീസ് ഡ്രീം വേൾഡ്. നോക്കൂ ഗൈസ്, നോക്കൂ, ഇതാണ് ഷാർജയിലെ ട്രാഫിക്. പെട്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പൊ പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, ഫുൾ ട്രാഫിക്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഈ നീണ്ടു നിവർന്ന് നിൽക്കുന്നതാണ് ഫിഷ് മാർക്കറ്റ്. ഇത് ഫുള്ള് ഫിഷ് മാർക്കറ്റ് അല്ല. ഈ റൈറ്റ് സൈഡിൽ അങ്ങോട്ടേക്ക് ഫിഷ്, മീറ്റ് അങ്ങനെയുള്ളതും, ലെഫ്റ്റ് സൈഡിൽ ഇങ്ങോട്ടേക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റം. പക്ഷെ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ മാത്രമേ പോകുന്നുള്ളേ. പാറു 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 പാറു. ഏട്ടൻ്റെ നടത്തെല്ലാം കണ്ടെത്തൊന്നും വലിയ ജ്വല്ലറിയിൽ സ്വർണ്ണം എടുക്കാൻ പോകുന്ന കണ്ടാന്ന്. മീൻ മേടിക്കാൻ പോകുന്ന ലുക്കാണിത്. ഇത് മീറ്റിൻ്റെ സെക്ഷനാണേ. നമ്മൾ പിന്നെ ഫിഷ് വാങ്ങിക്കാനായതുകൊണ്ട് ഈ സെക്ഷനിൽ പോകുന്നില്ല. നല്ല ബംഗ്ലാവ് പോലത്തെ ഫിഷ് മാർക്കറ്റ് നോക്കിയേ. അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഇതിനുള്ളിലൊരു 10-50 സ്റ്റോൾ ഉണ്ടാവും. ഇതിലേത് സ്റ്റോളിൽ വേണമെങ്കിൽ നമുക്ക് കയറാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നോക്കിയെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് തൂക്കിയിട്ട് ഒരു ബില്ല് തരും. ആ ബില്ല് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പൈസ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ അവരൊരു റെസീറ്റ് തരും. ആ റെസീറ്റ് എടുത്ത് നമ്മൾ വാങ്ങി ആ സ്ഥലത്ത് തന്നെ, ആ സ്റ്റോളിൽ തന്നെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മീൻ കയ്യിൽ തരുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. നമുക്ക് ഈ മീൻ മുറിച്ച് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം അപ്പുറത്തെ കൗണ്ടറുണ്ട്. നമ്മൾ ഈ മീൻ വാങ്ങിയിട്ട് ആ കൗണ്ടറിലേക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസിൽ വേണം, ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ വെട്ടിത്തരും. അതിനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ പരതി നടക്കുക. ഏത് മീൻ വേണം നോക്കിയേ. ഇവിടത്തൊക്കെ മീനിൻ്റെ സെറ്റപ്പ് നോക്കിയേ. ഞണ്ടൊക്കെ കണ്ടോ? പാറുവിൻ്റെ ഫേവറേറ്റ് ചെമ്മീനായിരുന്നു. അപ്പോൾ പല തരത്തിലുള്ള ചെമ്മീൻ അവൾ കണ്ടിട്ട് പറയും അമ്മ ഇതിൽ ഏത് വാങ്ങിക്കണം. പക്ഷേ ഭയങ്കര വലിയതായിട്ടുള്ള ചെമ്മീനൊന്നും അത്ര വലിയ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ അധികം ചെറിയ ചെമ്മീനെ വാങ്ങിക്കുക, ഒരു മീഡിയം സൈസൊക്കെ ഉള്ളത്. പിന്നെ ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. എല്ലാ തരത്തിലുള്ള മീനുകളും ഉണ്ട്. ഞാൻ തേരാപ്പാര വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് അച്ഛനും മോളും കൂടി ചെമ്മീനെല്ലാം കണ്ടുവച്ചു. അതെന്നെ കാണിക്കുന്നതാണ് ഇത്. ഇവിടെ പല മീനുകളുണ്ടായിരുന്നു. പക്ഷെ പാറു ചെമ്മീൻ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെമ്മീൻ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്തോ ഹോളിഡേ ഒക്കെ വരുന്നതാണ് നമ്മൾ വേറെ മീനുകളൊന്നും എടുക്കാൻ നിന്നില്ല. അത് 1 കിലോ ചെമ്മീൻ നമ്മളെടുത്തു. നമ്മൾ മീൻ വാങ്ങിയിട്ട് ഇവിടെ ബില്ല് ചെയ്താൽ മാത്രമേ അവർ കട്ട് ചെയ്ത് തരും. സോ നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ മീനിൻ്റെ ഒക്കെ സൈസ് നോക്കിയല്ലേ. ഇങ്ങനെയുള്ള വലിയ വലിയ മീനുകളൊക്കെ അവർ ഇവിടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. മറ്റേ അയില, മത്തി, ചെമ്മീൻ അങ്ങനെയുള്ള മീനുകൾ ക്ലീൻ ചെയ്യാൻ മാത്രമാണ് സെപ്പറേറ്റ് കൗണ്ടർ. ഇതേപോലത്തെ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പം തന്നെ കട്ട് ചെയ്ത് അതേപോലെ പാക്കറ്റിലാക്കി നമുക്ക് അപ്പം തന്നെ കയ്യിൽ തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചെമ്മീൻ കുട്ടനെ വൃത്തിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടാണുള്ളത്. ഇത് വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. എന്തായാലും ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പം അതുവരെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്ലീനിങ് ഏരിയ. പുറത്ത് നിന്ന് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു കൗണ്ടർ ഉള്ളത്. നമ്മൾ വാങ്ങിക്കുന്ന ഓരോ മീനും ഈ ഒരു സെക്ഷനിലേക്കാണ് പോവുക.
ഇവിടെ കൊണ്ടുവന്ന് അവർ നമ്മൾക്ക് ചോദിക്കും ഇത് നിങ്ങളുടെ മീനാണോ എന്ന്. കാരണം നമ്മൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്, ഏത് സൈസിലാണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ചോദിക്കുന്നത്. എല്ലായിടത്തും ചോദിക്കണമെന്നില്ല, പുറത്ത് ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കും. ഇവിടെ വന്നിട്ട് ഇവർ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തത് നോക്കി നിന്ന് പോകും. നമ്മൾ നല്ല അരമണിക്കൂറൊക്കെ എടുത്ത് കഴുകി മിനുക്കി എടുക്കുന്ന സാധനങ്ങൾ ഇവർ 10 മിനിറ്റ് കൊണ്ട് ഷടേന്ന് ചെയ്ത് തീർക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഏതൊക്കെ മീനുകൾ എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ച് വൃത്തിയാക്കി കയ്യിൽ തരുന്നുള്ളതാണ് കേട്ടോ ഇവരുടെ ഒരു പ്രത്യേകത. ഞാനിത് കണ്ടു കഴിഞ്ഞാൽ നോക്കി നിന്നു. കാരണം ഞാൻ മണിക്കൂറോളം ചെയ്യുന്ന ഒരു സാധനമാണ് ഇവരിങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു കുശുമ്പൊക്കെ തോന്നും. കുഞ്ഞുമത്തിയൊക്കെ മുറിക്കൽ കണ്ട മത്തി പോലും അറിയുന്നുണ്ടാവില്ല അതിനിങ്ങനെ വെട്ടി മുറിക്കുന്നത്. അത്ര സ്മൂത്തായിട്ടല്ല ചേട്ടൻ മുറിക്കുന്നത്, നോക്കിയേ. നമ്മളെ ചെമ്മീനാണ് ആ ചേട്ടൻ പെഞ്ചിക്ക് കൊടുക്കുന്നല്ലേ, നല്ല രസമല്ലേ. ഓ ഞാനാണെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും, എത്ര വേഗം അയാൾക്ക് ചെയ്യുന്നല്ലേ. അപ്പം നമ്മളിതിങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞേ ചെമ്മീൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ, വേഗം വന്ന് വാങ്ങിക്കും. അങ്ങനെ ഏട്ടൻ പോയി വാങ്ങിക്കുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ഐറ്റംസ് ആണ് കേട്ടോ. 1 വർഷത്തോളം ഒന്നും ആവാണ്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിഷ് ഐറ്റംസ് ആണ് ഇതെല്ലാം. അവർ പറഞ്ഞു 1 വർഷത്തേക്ക് ഇതൊന്നും ആവത്തില്ല. പിന്നെ കുറച്ച് മറ്റേ എന്താ പറയണ്ടേ ഈ ഫ്രൈ ചെയ്യാൻ പറ്റുന്നതും ഫിഷ് കൊണ്ട് ബർഗർ ഉണ്ടാക്കാൻ പറ്റുന്നതും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ആവശ്യാനുസരണം ഓരോരുത്തർക്ക് വേണ്ടുന്ന രീതിയിൽ വാങ്ങിക്കാവുന്നതാണ്. ഉണക്കച്ചെമ്മീൻ വേണം, വലുതെടുക്ക്. അതിൻ്റെ വലുത് കുറേ മീനുകളിങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട്. മീൻ വാങ്ങിയാ മുത്തൂസ്? തിരിച്ചു വരുമ്പോൾ ഈ ഒരു സംഭവം കണ്ടത്, വലിയ മീന് പല ഫ്ലേവറിൽ ഇങ്ങനെ പെരക്കി വെച്ചിട്ട്. എന്താ അല്ലേ മടിയന്മാർക്കുള്ള ഓരോ പണികൾ. പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ട് വേറെ എന്തൊക്കെയുണ്ടായിരുന്നു, ഈ കുപ്പിയിൽ ഈ ബോക്സിലൊക്കെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മീനിൻ്റെ മുട്ടകളാണ് കേട്ടോ. പിന്നെ ഞാനതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. ഈ അറബികൾ സാലഡ് ആക്കുമ്പോൾ അതൊന്നും നമ്മൾ നേരെ കാറിലേക്ക് വിട്ടു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാന്ന്. മീനൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാന്ന്. അപ്പോ ബൈ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. തൊട്ടടുത്ത ബട്ടൺ